ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോഴും സന്തോഷമാണ്. പക്ഷേ ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചുമ്മാ പറഞ്ഞാൽ എന്താന്ന് അറിയാമോ, നോക്ക് ഞങ്ങളൊക്കെ ആ ഒരു കോളേജ് കഴിഞ്ഞ സമയത്ത് ഇറങ്ങിയ സിനിമയാണ് നമ്മള്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ക്രഷായിരുന്നു നിങ്ങളുടെ ടീമിനോട് തന്നെ. അത് കേൾക്കുമ്പോ സന്തോഷമാണ്. പിന്നെ ഒരാള് ക്രഷ് തോന്നാന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമാണല്ലേ, സന്തോഷമാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നത്തെ വനിതയിലൊക്കെ നിങ്ങളുടെ ആ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളെല്ലാവരും ഉള്ള നമ്മുടെ എന്താ രേണു അല്ലേ, രേണു, പിന്നെ ഭാവന, വിജീഷ്, അതുപോലെ സിദ്ധു, ജിഷ്ണു. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഇന്റർവ്യൂ അതിനകത്ത് ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ വനിതയൊക്കെ മേടിച്ച് വായിച്ചിട്ടുണ്ട് ഞങ്ങള്. കാരണം വേറെ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അതെ 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 അതെ. അപ്പൊ അതുപോലെ തന്നെയല്ലേ, ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടാവല്ലോ ആ ടീമിനെ. അപ്പൊ ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയില്ല, ഞാൻ സന്തോഷം കേട്ടോ. ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, നന്നായി പോകുന്നു. അത് കാണാൻ പറയാം. ഭയങ്കര ഹാപ്പി ആണെന്നുള്ളത് ആണ്. ഈ നമ്മൾ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ട് ഇപ്പം 12 വർഷത്തോളം ആയെന്ന് തോന്നുന്നു അല്ലെ? 24 വർഷം. ആ അപ്പൊ ഈ 24 വർഷത്തിലും അത് അന്നത്തെ ആ ഒരു ലൊക്കേഷൻ, അതാണ് ഞാൻ 2002 അല്ലേ? 2002. അപ്പം ഇത്രയും വർഷമായിട്ടും ആ സമയത്തുള്ള ഫണ്ണും കാര്യങ്ങളൊക്കെ ആ ലൊക്കേഷനൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ. പിന്നെ എന്തെങ്കിലും ഒരു ഓർമ്മയുള്ള ഒരു തമാശ അല്ലെങ്കിൽ അവിടുത്തെ രസകരമായ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുമോ? അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. രസകരമായ, അതായത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഒരു അതായത് എനിക്ക് ഇങ്ങനത്തെ ഒരു കോളേജ് ലൈഫ് അല്ല, ഞാൻ അബ്രോഡായിരുന്നു, ഖത്തറിലായിരുന്നു നമ്മൾ പഠിച്ചു വളർന്നതൊക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ കോളേജ് ലൈഫ് ഒന്നും നമ്മളങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കുള്ള കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ സിനിമയാണ്, ആ ലൊക്കേഷനാണ്. കാരണം എങ്ങനെയാണ് ഒരു കറക്റ്റ് ഒരു പ്രോപ്പർ കോളേജ് ലൈഫ് ഉണ്ടാവുക, സുഹൃത്തുക്കൾ ഉണ്ടാവുക, അത് നമ്മളുടെ ആ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ശരിക്കും അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഇതായിരുന്നു അപ്പൊ ലൊക്കേഷൻ ഏതായിരുന്നു, കോളേജ് ഏതായിരുന്നു? തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, വിയ്യൂരുള്ള എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പൊ വീടിനടുത്തായിരുന്നു? വീടിന് അടുത്ത്, എന്നാലും വേറെ ജില്ല വിട്ട് പോകേണ്ടി വന്നില്ലല്ലോ. അതിപ്പോ നമ്മള് തൃശ്ശൂർ അത്രയുണ്ടല്ലേ. അപ്പം ഈ ഒരു ഷൂട്ടിന്റെ സമയത്തൊക്കെ എങ്ങനെ നിങ്ങൾ വീട്ടിൽ വന്ന് പോവായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലൊക്കേഷനിൽ സ്റ്റേ ആണോ? ഞാൻ മിക്ക ദിവസം ഞാൻ വീട്ടിൽ വന്ന് പോകും, പക്ഷെ ബാക്കിയുള്ള എല്ലാവരും തൃശ്ശൂർ ടൗണിൽ തന്നെയായിരുന്നു സ്റ്റേ. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ അവിടെ സ്റ്റേ ചെയ്യും. ഒന്നെങ്കിൽ എനിക്ക് സെപ്പറേറ്റ് അവിടെ റൂം ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ ഒന്നെങ്കിൽ സിദ്ധുവിന്റെ റൂമിൽ അല്ലെങ്കിൽ ഈശ്വരന്റെ റൂമിൽ, രാത്രി ആരാണ് അവൈലബിൾ അവരുടെ റൂമിൽ പോയി കിടക്കാന്നുള്ളതാണ്. അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അത് നമ്മൾ നോക്കിയിടുന്നില്ല. അല്ല, നിങ്ങൾ ഭയങ്കര കമ്പനി ആയിരുന്നല്ലോ അല്ലേ? ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്. അത് ഭയങ്കര ലക്കാണല്ലേ. ഒരു ആദ്യ സിനിമ അല്ല, രണ്ടാമത്തെ സിനിമ, രണ്ടാമത്തെ പക്ഷെ ആദ്യം റിലീസ് ചെയ്ത സിനിമ. ഇപ്പൊ ആ സിനിമ നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ആരാധികമാരൊക്കെ ഉണ്ടായിരുന്നോ? ആരാധികമാരുണ്ടായിരുന്നു. എന്നിട്ട് അവരൊക്കെ അന്നേരം കത്തുകളൊക്കെ, പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, അങ്ങനെ കത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ജനറേഷനാന്ന് തോന്നുന്നു അവസാനമായിട്ട് അങ്ങനത്തെ ഒരു കത്തുകൾ കിട്ടുന്ന ജനറേഷൻ നമ്മുടെ തോന്നുന്നു. സത്യം. അതെ അതെ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഇപ്പൊ കത്തുകളൊന്നും ഇല്ലല്ലോ, ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റ അതൊക്കെ. പക്ഷെ നമ്മളുടെ ജനറേഷനോട് അത് അവസാനിച്ചെന്ന് തോന്നുന്നു. നമുക്ക് ഒരുപാട് ലെറ്റേഴ്സ് കിട്ടിയിരുന്നു, ഇംഗ്ലണ്ട് അങ്ങനത്തെ കുറെ കത്തുകൾ കുറെ കിട്ടിയിരുന്നു. വായിച്ചിരുന്നു. ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ടോ? ലവ് ലെറ്റർ ആയിട്ടല്ല, ഈ പറഞ്ഞ പോലെ ചെറിയ ക്രഷ് സംഭവങ്ങളൊക്കെ ആയിട്ടും, പിന്നെ കുറെ ഫാമിലിയിലുള്ള ഒരു എൻ്റെ ഒരു മെമ്പറെ പോലെയാണ് എനിക്ക് തോന്നുന്നതും, അങ്ങനെയൊക്കെ നോക്കിയിട്ടുള്ള ഒരുപാട്, അത് എല്ലാ ഏജ് കാറ്റഗറീസും കുറെ പേര് കത്തുകൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നമ്മളെ എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ അതിൽ നിന്ന് ഫസ്റ്റ് സിനിമ ഗ്രാമഫോൺ അല്ലേ? ഗ്രാമഫോണാണ്. പക്ഷെ ഗ്രാമഫോൺ ആളുകൾ അത് അറിയുന്നവർക്കേ അറിയുള്ളൂ, അല്ലാത്തവരൊക്കെ വിചാരിക്കുന്നത് ഫസ്റ്റ് നമ്മള്, പിന്നെ ഗ്രാമഫോൺ. അപ്പൊ നമ്മള് കാണുമ്പോൾ ഈ അടുത്തിടക്ക് വരെ ഞാൻ ചിന്തിച്ചിരുന്നത് മറ്റത് രണ്ടാമത്തെ സിനിമയായിട്ടാണ്. പക്ഷെ ഇത് അതല്ല, അതാണ് ഫസ്റ്റ് മൂവിന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് മൂവിയുടേതായ യാതൊരു ഇതും ഇല്ലാതെ വളരെ കൂളായിട്ട് അഭിനയിച്ചു പോയല്ലോ, എന്ത് രസമായിട്ട് ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നോ ഗ്രാമഫോണിൽ അഭിനയിക്കുമ്പോൾ? അതൊരു ഗുണം എന്താ സംഭവിച്ചാല്, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയുന്നായിരുന്നില്ല, സിനിമ ഇതാണെന്നോ. കാരണം നമ്മൾ ആരും ഫിലിം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരല്ല. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർക്കുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ എന്തും ചെയ്യാന്നുള്ള ഒരു മട്ടാണല്ലോ ഇവര്. അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് പടത്തിൽ അങ്ങനെ ഒന്നും തോന്നിയൊന്നുമില്ല. ഇപ്പൊ നമുക്ക് വരുമ്പോ ഇതിന്റെ ടെക്നിക്കൽ സംഭവം അറിയില്ല. ഇപ്പൊ ക്യാമറ വെച്ചാൽ നമ്മൾ ക്യാമറയ്ക്ക് അവിടെ ഫേസ് ചെയ്യണം, അതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. അപ്പൊ നമ്മളോട് ഇപ്പോൾ ഡയറക്ടർ, അതായത് കമൽ സാർ എന്ന് പറയുന്നു, അത് ആ ഷോട്ടിൽ ചെയ്യാന്നുള്ളതാണ്. അത് പിന്നെ നമ്മുടെ ഐഡിയ പ്രകാരം എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.
നമ്മളങ്ങനെ അഭിനയിച്ചു പോയി. അത് പക്ഷെ നമ്മളിപ്പോ കാണുമ്പോ ഞാൻ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്, എന്തൊരു കൂളായിട്ടാണ് അത് അങ്ങനെ ബിഹേവ് ചെയ്യാണല്ലോ അതിനകത്ത്, നന്നായിട്ട് നല്ല രസമായിട്ട്. അതെ ഇടക്കിടക്ക് പാമ്പിനെ വീടിന്റെ ഉള്ളിൽ നിന്ന് പിടിച്ചിരുന്നത് ഇങ്ങോട്ടല്ലേ? ഇതുവഴി വിടാറ് പുള്ളിനെ. ഞാൻ കണ്ടിട്ടുണ്ട്, ഇടക്കിടക്ക് വരുമല്ലേ അകത്ത് കയറി വരും. 2 പ്രാവശ്യം കയറിയിട്ടുണ്ട്. കയറിയിട്ടുണ്ട്. അതിൽ 2 പ്രാവശ്യം പുറത്ത് ഇറക്കി വിടണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ മൃഗസ്നേഹികളെ. ഇപ്പോഴൊക്കെ സിനിമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറങ്ങുന്നതിന് മുന്നേ പ്രൊമോഷൻ വീഡിയോ നമ്മൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമല്ലോ. പണ്ട് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ മൂവി ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇതുപോലെ വനിത അല്ലെങ്കിൽ അതുപോലെയുള്ള സിനിമ മാഗസിനുകളിലൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന ആ ഒരു മൂവി അല്ലെങ്കിൽ ഗ്രാമഫോൺ, ക്ലാസ്മേറ്റ്സ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കൂലേ? എങ്ങനെയായിരുന്നു? ആദ്യം എനിക്കറിയേണ്ടത് ആ ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളതൊന്ന് എൻജോയ് ചെയ്തത്? ഞങ്ങൾ എൻജോയ് ചെയ്യാൻ, അതായത് ഇപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ എല്ലാ യൂട്യൂബ് ചാനൽസും കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിലാണല്ലോ ഇതിൻ്റെ പ്രൊമോഷൻ നടക്കുക. പക്ഷെ ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ, കാലഘട്ടം എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ആ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും എല്ലാ തിയേറ്ററുകളിലും ഞങ്ങൾ പോയിട്ടുണ്ടാവും. ഞങ്ങളൊരു വണ്ടി റെന്റിനെടുത്തു. ഞാനും പ്രൊഡ്യൂസർ കമൽ സാറ്, പ്രൊഡ്യൂസർ ഡേവിഡ് സാറും കമൽ സാറ്, പിന്നെ ഞങ്ങൾ ഈ ആർട്ടിസ്റ്റുകൾ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും കയറി ഇറങ്ങി. എല്ലാ കോളേജിലും കയറി. അതെന്ന് വെച്ചാൽ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ മാത്രമായിരുന്നു ന്യൂ കമേഴ്സ് ആയിട്ടുള്ള സിനിമ. അന്ന് 4 സിനിമകൾ ഇറങ്ങി, 4 സൂപ്പർ ഹിറ്റാ. ഒന്ന് നന്ദനം, പിന്നെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കല്യാണരാമൻ, പിന്നെ ഈ കല്യാണരാമനും നമ്മളും ഒരേ ദിവസം റിലീസ്. അത് റിലീസ് ചെയ്യാനുള്ള ഒരേ ദിവസം റിലീസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ഒന്ന് ദിലീപേട്ടൻ്റെ പടം, ദിലീപേട്ടൻ ഷാഫിഖാന്റെ പടം, അതിനെന്തായാലും ആൾക്കാർ കയറും. അപ്പോൾ ആ കയറാണ്ട് വരുമ്പോൾ അതിൽ കുറച്ച് പേർക്ക് ടിക്കറ്റ് കിട്ടാണ്ട് വരും. അപ്പോൾ തൊട്ടടുത്ത തിയേറ്ററിൽ നമ്മളുണ്ടാവും. അപ്പോൾ ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ അടുത്ത ഷോന് കയറാൻ വേണ്ടിയിട്ട് ആ സമയം ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ കയറും. അപ്പോൾ ആ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഒരേ ദിവസം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങളെ കാണാൻ വേണ്ടി ഇപ്പോൾ ആരും തിയേറ്ററിൽ വരാൻ നിർബന്ധമില്ല, എല്ലാവരും എല്ലാം പുതുമുഖങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ഒരാഴ്ച നമുക്ക് നല്ല റിപ്പോർട്ടുകളൊന്നും തുടങ്ങി. ഫസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഹൗസ്ഫുള്ളായിട്ട് റൺ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് സോഴ്സ് ഞങ്ങൾ ഉപയോഗിച്ചത് എല്ലാ കോളേജുകളിലും പോവുക, എന്നിട്ട് എല്ലാവരോടും പറയാം ദയവേത് സിനിമകൾ കാണും. അങ്ങനെ എല്ലാ കോളേജും എല്ലാ തിയേറ്ററിലും പോയി. അതായത് ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോയിട്ട് ഒരു തിയേറ്ററിൽ ഞങ്ങൾക്ക് 50-ാം ദിവസത്തിൻ്റെ മൊമെൻ്റ് തന്നിട്ടുണ്ട്. അതായത് അത്രയും ദിവസം ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു 50 ദിവസമായിട്ട് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 50 ദിവസം ഞങ്ങൾ ഓടിയിട്ടാണ് സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോടോ കാസർഗോഡോ ഏതൊരു തിയേറ്ററിൽ പോയപ്പോഴാണ് 50-ാം ദിവസത്തെ മൊമെന്റ് ഞങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ പ്രൊമോഷൻ. ക്ലാസ്മേറ്റ്സിന് നമ്മൾ ചാനൽ പ്രൊമോഷൻ നടത്തിയിട്ടില്ല, കോളേജുകളിലൊന്നും അങ്ങനെ പോയിട്ടില്ല. അതും ഭയങ്കര തരംഗമായിരുന്നല്ലോ അത്. പക്ഷേ നൂലുണ്ടയിൽ നിന്ന് വാലുവാസുവിലേക്ക് എത്തിയപ്പോൾ ശരിക്കും നൂലുണ്ടാകുന്ന നൂല് പോലെ ഇരിക്കുന്ന എന്നാണ്. അല്ല അന്നിങ്ങനെ ഉണ്ടെങ്കിൽ പോലും, പക്ഷെ ഇങ്ങനെ നൂല് പോലെ ആയി ശരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നേരത്തേക്കാം അല്ലെങ്കിൽ സ്ലിം ആയേക്കാവെന്ന് ചിന്തിച്ചത് എന്തുകൊണ്ടാ? അല്ല, അത് ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞൊരു പടം ഹിറ്റായപ്പോൾ എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് പിന്നെ വന്നു. നോർമലി ഇപ്പം നമ്മളൊരു ക്യാരക്ടർ സക്സസ് ആയി കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിന് എന്തായാലും ഒരുപാട് സിനിമകൾ വരും. അപ്പോൾ എനിക്ക് വന്നിരുന്ന എല്ലാ സിനിമകളും നൂലുണ്ടാന്ന് പറഞ്ഞ ക്യാരക്ടർ അതേപോലത്തെ ക്യാരക്ടേഴ്സാണ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എൻ്റെ അപ്പിയറൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടേണ്ട എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ വിചാരിച്ചു. കുറച്ചൊന്ന് മെലിഞ്ഞൊന്ന് ഫിറ്റായാൽ ചിലപ്പോൾ. പിന്നെ ചെറുതായിട്ട് ഹെൽത്ത് കോൺഷ്യസും ആയിരുന്നു. അതായത് ഇനിയിപ്പോൾ അസുഖങ്ങളൊന്നും വരണ്ട, ഇപ്പം ഓവർ വെയിറ്റ് ഒബീസ് ആയി കഴിഞ്ഞാൽ പല അസുഖങ്ങളും വന്നേക്കാം. അപ്പം നമ്മളൊന്ന് ഹെൽത്ത് കോൺഷ്യസും ആയി. അപ്പം അങ്ങനെ കുറച്ചൊന്ന് കുറയ്ക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ടേഴ്സ് എന്താ സംഭവിച്ചാൽ, നല്ല യോഗ ടീച്ചറും കിട്ടി. ഇവരെ കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ അതിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആയപ്പോൾ ഞാൻ അറിഞ്ഞില്ല ബേസിക്കലി ഇത്രയ്ക്കധികം റെഡ്യൂസ് ആവണത്. അപ്പം ഇങ്ങനെ ഫിസിക്കലി മാറ്റങ്ങൾ വരുന്നു, നമുക്ക് ഇന്നർ ചേഞ്ച് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഫിസിക്കലി ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞില്ല. പിന്നെ കാണുന്നത് ക്ലാസ്മേറ്റ്സിലാണ്. അപ്പം അതിന് മുന്നേ ഞാൻ പടം ചെയ്തിരുന്നു. അതിലും അതായത് പ്രിയനന്ദേട്ടൻ്റെ പുലിജന്മം എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു. പുലിജന്മം അതിലൊരു ചെറിയൊരു വേഷം, ഞാനും സലീമേട്ടനും കൂടിയിട്ടുള്ളൊരു വേഷം.
അപ്പൊ അതിൽ ഞാൻ കണ്ടപ്പോൾ ശ്രദ്ധിച്ചു ഇത്രയ്ക്കും വലിഞ്ഞോ എന്നുള്ള സംഭവം. അപ്പോഴാണ് അറിയണത് തിരിച്ചറിയണത് ഇത്രയ്ക്കും വലിയാണ്ടായിരുന്നു എന്ന് അപ്പൊ തോന്നിയിരുന്നു. ഇപ്പോഴും അതേപോലെ ഗ്ലാമർ ആയിട്ട് ഹാൻസം ആയിട്ട്. അത് ഞാൻ മാത്രം പറയുന്നല്ല, നോക്കൂ അല്ലേ, എല്ലാരും പറയുന്നുണ്ട്. പെട്ടെന്ന് സ്ത്രീകൾ പറയണ കേൾക്കാൻ. അപ്പൊ ഇതിനകത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനത്തെ പോസ്റ്റും ആത്മീയമായിട്ടും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ ഭയങ്കര പോസ്റ്റിംഗ് ആണല്ലോ. അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെന്ന്. അതെങ്ങനെയാ, ഈ യോഗയെന്നാണോ അതൊക്കെ കിട്ടിയത്? അത് യോഗയെന്ന് തന്നെയാണ് ബേസിക്കലി. നമ്മൾ യോഗ തുടങ്ങുമ്പോൾ തന്നെ സ്പിരിച്വാലിറ്റി ഭയങ്കര ഒരു ഇൻടോക്സിക്കേറ്റിംഗ് സംഭവമാണ്. അപ്പോൾ ഞാനിപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 20 വർഷം, അതായത് സിനിമയിലേക്ക് വന്നിട്ടൊരു വിത്തിൻ 2 years എനിക്ക് സംഭവം മനസ്സിലായി. അതായത് ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് കയ്യിൽ നിന്ന് പോകുന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ സാധനങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നപ്പോഴേ ശ്രദ്ധിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാറാണ് കേട്ടോ. അതെ, ഇത് അച്ഛൻ്റെ ആയിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചൂലേ? ശ്രദ്ധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാറുകളാണ്. നമ്മൾ വന്നപ്പോ തന്നെ അല്ല ഡോർഫിൻ ചോദിച്ചില്ലേ അത് ആരുടെ അവിടെ ഒരു അന്ന് ചോദിച്ചില്ലേ? അത് അച്ഛന്റെ കാറാണ്. അച്ഛന്റെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ആണ്, അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കാണ്. സൂക്ഷിച്ചിപ്പോഴും ചിലപ്പോ എടുക്കാറുണ്ട്. മുതലാളിയാണ്, മുതലാളിയാണെന്ന്. വളരെ വളരെ എളിമയുള്ള ആണെന്ന് പറഞ്ഞില്ല, അല്ലെന്നും പറഞ്ഞില്ല, ബുദ്ധിപരമായി നിൽക്കാം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവ ഈ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോളേ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ഈ ഇത്ര നാളെവിടെ ആയിരുന്നു, കുറെ നാളായിട്ട് കാണൂലല്ലോ, ഇടക്കിടക്ക് മുങ്ങുമല്ലോ, കുറച്ച് എന്തെങ്കിലുമൊക്കെ സിനിമ ചെയ്യും, എന്നിട്ട് പിന്നെ അങ്ങ് കാണൂല, പിന്നെ ഇടയ്ക്ക് അങ്ങനെ വരും, അങ്ങനെ അത് എവിടെ പോകുന്നതാ? ഞങ്ങൾ ഫാമിലി പരമായിട്ട് ഖത്തറിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. ഖത്തറിലാണ് ഞാൻ പഠിച്ചതും നമ്മുടെ ജോലിയൊക്കെ ഖത്തറിൽ തന്നെയാണ്. അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കാർപ്പൻട്രിക്ക് ആയിട്ട് അച്ഛന് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടായിരുന്നു. ഞാനും പഠിത്തത്തിന് ശേഷം അതിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് സിനിമ കിട്ടുമ്പോൾ ഒന്ന് ചെയ്യണതാണ് സിനിമകൾ. അപ്പോൾ സിനിമ ഒന്ന് ചെയ്യും, അങ്ങനെ പോകും. പക്ഷെ ഒരു 2012 കുറച്ച് സിനിമകൾ ചെയ്തതിന് ശേഷം ഞാൻ ഒരു തീരുമാനം എടുത്ത് കുറച്ച് ബ്രേക്ക് എടുക്കാം, കാരണം രണ്ടും കൂടി നടക്കണ്ടായിരുന്നില്ല. അപ്പോൾ ഖത്തറിൽ പോയി ജോലി കടന്നു ഒരു 5-10 വർഷത്തോളം. പിന്നീട് എനിക്ക് തോന്നി ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, നമ്മളിങ്ങനെ വായിക്കുമ്പോഴൊക്കെ അറിയുമല്ലോ, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാഷൻ്റെ പിന്നാലെ ഒന്ന് പോകണ്ടേ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് സിനിമയിൽ അഭിനയിക്കുക, ഫിലിം മേക്കിംഗ്, അങ്ങനെ സംഭവമാണ്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ നമ്മൾ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 40 കഴിഞ്ഞു, 42 ഒക്കെ ആയി. പറയണ്ട ആള് ചിലർക്കൊക്കെ കുശുമ്പ് വരും, കണ്ടാ പറയില്ലല്ലോ, അതുകൊണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ ഇനി ട്രൈ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇനി എപ്പോ, ഇനി ഫ്യൂച്ചറിൽ ഇനി ഒരു റിഗ്രറ്റ് വേണ്ട. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് നാട്ടിലേക്ക് വന്നു. ഇപ്പൊ ഒരു കുറച്ച് 2-3 സിനിമകൾ ചെയ്തു. ഇനിയിപ്പോ അങ്ങനെ നോക്കണം. ഇനി പോവോ അതുപോലെ തന്നെ? ഒന്നും പറയാൻ പറ്റില്ല. ഞാന് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്. എന്തിനു ചെയ്തും ഭയങ്കര പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര OCD നമ്മളെ ഇളകും ഉള്ളില്. പക്ഷേ ഇതുവരെ ലൈഫിൽ പ്ലാൻ ചെയ്ത പ്രകാരം ഒന്നും നടന്നിട്ടില്ല. അപ്പൊ പ്ലാനിങ് മാത്രമേ നടന്നിട്ടുള്ളൂ കറക്റ്റായിട്ട്, ബാക്കിയൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മുടെ സിറ്റുവേഷനും സർക്കംസ്റ്റാൻസസ് എങ്ങനെയാണ് അതിനനുസരിച്ച് ബിഹേവ് ചെയ്ത് പോവാന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് നാട്ടിൽ നിൽക്കാം, സിനിമകൾ വരുന്നുണ്ട്, ചെയ്യാന്നുണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാം. അപ്പം അങ്ങനെയാണ്. കർമ്മം ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ ഭഗവാൻ. അപ്പൊ കർമ്മം ചെയ്യാം. ശരിക്കും ആദ്യം ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ ഞാനത് അവസാനം ചോദിക്കണേ. എങ്ങനെ സിനിമയിലേക്ക് എത്തി? ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിലേക്ക് വരാനായിട്ട്? ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, ചെറുപ്പം തൊട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വരാനുള്ള ഒരു സ്കോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ അച്ഛന് കൺസ്ട്രക്ഷൻ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്, സിനിമയായിട്ട് ബന്ധമായിട്ടുള്ള ആരുമില്ല, ഖത്തറിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ പഠിത്തം കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ കമ്പനി അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സമയമായപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സർഗം കബീർ എന്ന് പറഞ്ഞിട്ട്, പുള്ളിയാണ് ഗ്രാമഫോണിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ സ്റ്റേജ് ഷോസും സംഭവമൊക്കെ ചെയ്തിരുന്നു. സ്റ്റേജ് ഷോ ചെയ്തിരുന്നോ ഖത്തറിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത്? എന്താ സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ സ്കിറ്റുകൾ, ഡ്രാമ, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനത്തെ ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ അച്ഛൻ ഒരിക്കൽ പ്രൊഡ്യൂസറോട് ഇങ്ങനെ നമ്മുടെ സർഗം ഇക്കോട് പറഞ്ഞു, കബീർക്കോട് പറഞ്ഞു, ഇങ്ങനെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയാണ് ആ സമയത്ത് ഗ്രാമഫോണിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് അനിയൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ബിന്ദു ചേച്ചിയുടെ മകനായിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ എൻ്റെ ഫോട്ടോസ് അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു. വന്നു, നമുക്ക് ആദ്യത്തെ ഷോട്ട് അഭിനയിച്ച് നോക്കാമെന്ന് പറഞ്ഞു കമൽ സാർ. ആദ്യത്തെ ഷോട്ട് അഭിനയിച്ച് ഓക്കെ ആയി. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും എന്നെ നമ്മളിലേക്ക് കാസ്റ്റ് ചെയ്തു. നമ്മളുടെ പൂജ സമയത്ത് നടക്കുമായിരുന്നു. നമ്മളിലേക്ക് കാസ്റ്റ് ചെയ്തു. അപ്പോൾ ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ടോ നമ്മൾ? പിന്നെ അപ്പോൾ ആൽക്കമിസ്റ്റ് പോലെയാണ്, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ്
അത് സാധിപ്പിച്ചു തരും. അത്രയ്ക്കധികം ആഗ്രഹം വേണം ഉള്ളിൽ. അതെ അതെ, അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. അങ്ങനെയാണ്. ഇപ്പം പുതിയ ഏതെങ്കിലും ഇപ്പം നാട്ടിലുണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും പുതിയ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? പുതിയ പ്രോജക്റ്റ് കമ്മിറ്റഡ് ആയിട്ടൊന്നുമില്ല. വരാനുണ്ടോ എന്തെങ്കിലും? നമ്മളൊരു ചെറിയൊരു പ്രോജക്റ്റ് ഇപ്പം നമ്മളിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറെ ക്യാരക്ടർ റോൾസ് ചെയ്യണമെന്നുണ്ട്. അത് ഇനിയിപ്പോ നോക്കണം പതുക്കെ. ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. പ്രേക്ഷകർക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരാളുമാണ് എല്ലാവർക്കും. കാരണം ഒരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ നമ്മളൊരാളോട് പറയണതേ ഞങ്ങൾ ഇന്നയാളുടെ ഒരു വീഡിയോ എടുക്കണം, ആണോ, അത്ര സ്നേഹമുണ്ട് ആളുകൾക്ക്. അപ്പം കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തേക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഭയങ്കര കഴിവുള്ളൊരു നടനാണ്, ആൾക്ക് ഒരുപാട് റോൾസ് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. യൂട്യൂബിലുണ്ട്, യൂട്യൂബിൽ ഞാൻ നുണ പറയുന്നതല്ല. നോക്കിക്കോട്ടെ, ആൾക്കാർ കാണുന്നവരും കയറി നോക്കോ. സത്യമായിട്ടാ പറഞ്ഞു, ഇത് കഴിഞ്ഞ് നോക്കണേ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വിജീഷ് അല്ലെ, നൂലു എന്ന് വിളിക്കുമല്ലേ, നാട്ടിലുണ്ട്. അപ്പൊ ഒരുപാട് ക്യാരക്ടർ റോളൊക്കെ വരട്ടെ, നിങ്ങൾ ആശംസിക്കണം. ഇത് കഴിഞ്ഞ് റോളൊക്കെ വരുമ്പോഴത്തേക്കും ഓർക്കണം കേട്ടോ, മറന്നു. പരിചയപ്പെടാൻ സാധിച്ചത് ഭയങ്കര സന്തോഷം. ഭയങ്കര ഒരു നൈസ് ഗൈ എന്നൊക്കെ പറയില്ലേ, നൈസ് ആണെന്നൊക്കെ പറയില്ലേ, അതുപോലെ ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക നൈസായിട്ട്. ഓൾ ദ ബെസ്റ്റ്.